നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണ ടി ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. ഇന്ന് രാവിലെയോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ വീണ ഹാജരായത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇനി എന്താണ് അടുത്ത ഘട്ടം എന്ന് മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ് സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ വീണ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയാണ്. ഇനി അടുത്ത നടപടികൾ എന്തൊക്കെയായിരിക്കും? അടുത്ത നടപടികൾ എന്ന് പറയുന്നതിന് മുമ്പ് ഇപ്പൊ വന്നു ആദ്യത്തെ തവണ അസുഖം എന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അസുഖമാണ്, പനിയൊക്കെ സർവത്രയാണല്ലോ. അപ്പോൾ അതിന്റെ ഒരു സമയം അവർ കൊടുത്തു, 4-5 ദിവസത്തെ വിശ്രമം. അത് കഴിഞ്ഞിട്ട് അവരെ കൃത്യമായിട്ട് വിളിച്ചു. അന്ന് തന്നെ കൃത്യസമയത്ത് തന്നെ 11 മണിക്ക് ഹാജരാവാനാണ് പറഞ്ഞത്. 11 മണിക്ക് തന്നെ ഹാജരായിട്ടുണ്ട്. ഭർത്താവ് മുഹമ്മദ് റിയാസ്, മുൻ മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിനോടൊപ്പമാണ് വന്നത്. ഇവിടെ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ഇപ്പൊ നോക്കുമ്പോൾ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ പത്രക്കാരുടെയും പോലീസുകാരുടെയും ഇടയിലൂടെ അവർ മുറിയിലേക്ക് കടന്നുപോയി. അതിനുശേഷം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ സംസാരിക്കുന്ന നേരത്തും അവിടെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളുടെ കുരുക്കഴിക്കാനുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അല്ലാതെ അപ്പോൾ അതിനകത്ത് 2.89 കോടി രൂപ അത് എന്തിനു വേണ്ടി എങ്ങനെ കിട്ടിയതാണ് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു വിശദീകരണമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഓർക്കുമ്പോൾ കർത്താ കുടുംബത്തിലെ കർത്തായുടെ ശശിധരൻ കർത്തായുടെ മകൻ ഉൾപ്പെടെ സകല ഭാര്യ, മകൾ ഇവരുടെ എല്ലാം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്തൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അവർ പറഞ്ഞ ദിവസം തന്നെ ഹാജരായി. കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഈ ചോദ്യം ചെയ്യലിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് ആ കുടുംബം പിന്മാറിയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരും വീണ വിജയന്റെ കുടുംബവും തമ്മിലുള്ള എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് സംബന്ധിച്ച് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഒരു ആശയവിനിമയം കൈമാറ്റം നടന്നിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ വീണ ഇ ഡിയെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പോയത്. ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരെ അവിടെ വന്നു. ഒരു 10:30 കഴിഞ്ഞപ്പോഴത്തേക്കും 11 മണിയാണ് സമയം കൊടുത്തിരിക്കുന്നത്. 11 മണിക്ക് തന്നെ 11 മണിക്ക് മുമ്പ് തന്നെ വീണ പോവുകയും ആ പേപ്പറുകൾ അവർക്ക് അയച്ചിരിക്കുന്ന സമൻസ് പോലീസുകാരെ കാണിച്ചുകൊണ്ട്, CRPF പോലീസും ഉണ്ട്, ഇത് CRPF ആണ് അത് പരിശോധിക്കുന്നത്. അവരെ വിശദമായ എയർപോർട്ടിൽ കയറുമ്പോൾ ടിക്കറ്റ് പരിശോധിക്കുന്നത് പോലെ ഒരു പരിശോധന, ഒരു ഫോർമാലിറ്റി, അതോടുകൂടി അവരെ അകത്തേക്ക് കടത്തിവിടുകയും ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എത്ര മണിക്ക് വരെ? 11 മണിയാണെങ്കിൽ ഇപ്പോൾ 12, 2 മണിക്കൂർ എന്തായാലും പിന്നിട്ടുണ്ട്. 2.25 മണിക്കൂറാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. ഇനി ഏറെ നേരം പോവാം, വൈകുന്നേരം വരെ ഇതൊന്നുണ്ടാവാം. വീണ്ടും വേറൊരു ദിവസം കൂടി വിളിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ ഇമ്പാക്റ്റ് ആണ് ആൻസി ചോദിച്ചിരിക്കുന്നത്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സംഭവമാണ്. കാരണം ഈ പണം കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്വജനപക്ഷപാതമുണ്ട്, അതിൽ അഴിമതിയുണ്ട്, ദുരൂഹതയുണ്ട്. അപ്പൊ ഇതിനെല്ലാം തന്നെ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു പൗരൻ രാജ്യത്തേത് നടത്തുന്നത് പോലുള്ള ഒരു പ്രശ്നമല്ല ഇതുപോലുള്ള വെട്ടിപ്പ് എന്ന് പറയുന്നത്. അധികാരത്തിലിരിക്കുന്ന ഒരാള് ആ മകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാങ്കേതികത്വം കാണിച്ചു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ ലോകായുക്ത എന്ന് പറയുന്ന പൊതു ഇടങ്ങളിലെ പൊതു ഭരണ അധികാരികളുടെ അഴിമതികൾ അന്വേഷിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ട്. കേരളത്തിലും അത് മുൻ ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ചിരുന്നു. വളരെ മൂർച്ചയുള്ള നിയമങ്ങളോട് കൂടിയ ഒന്നായിരുന്നു അന്ന് ലോകായുക്ത. പക്ഷെ പിണറായി വിജയന്റെ കാലത്ത് തന്നെ ലോകായുക്തയുടെ പല്ലുകൾ ഒക്കെ അടിച്ച് തകർത്തുകൊണ്ട് വളരെ ടീത്ത്ലെസ് ആയിട്ടുള്ള, മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം വന്നാൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ അധികാരമില്ലാത്ത ഒന്നായിട്ട്, ഒരു നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ലോകായുക്ത. ഇപ്പോൾ അതൊന്ന് അഴിച്ചു പണിയുന്നതിനെ പറ്റി പുതുതായിട്ട് വന്ന മന്ത്രിസഭയും യാതൊരു വാഗ്ദാനങ്ങളും വാക്കും ഇതുവരെ നൽകിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പോ ഉന്നത സ്ഥാനങ്ങളിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് അന്വേഷിക്കാനും അവരെ ചോദ്യം ചെയ്യാനുമുള്ള ഒരു സംവിധാനം ഇപ്പൊ ഇ ഡി മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ ഒരേ ഒരു ആശ്രയം സത്യം അറിയാൻ ഇ ഡി മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഈ കേസിൽ ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും അന്വേഷണം നടത്തുന്നതിന് വരുന്ന രേഖകൾ കുറ്റമറ്റതും പഴുതുറ്റതുമായിരിക്കും. അന്വേഷിച്ചാൽ ഈ കേസ് വരുന്നുണ്ടോ, കേസ് വന്നിട്ട് അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ, പിന്നത്തെ കാര്യം. ഇപ്പൊ ഈ അന്വേഷണം നടക്കുമ്പോൾ കേരളത്തിന് അറിയേണ്ട ഒരു കാര്യം, ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ അവകാശങ്ങൾ ചോർത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത നികുതി പണത്തിൽ നിന്നുള്ള പണം ഒരു മുഖ്യമന്ത്രിയുടെ ഒരു കുടുംബത്തിലേക്ക് പോയിട്ടുണ്ടോ? ഇത് ഞാൻ പറയാൻ കാരണം KSIDCക്ക്
13% ഷെയറുള്ള ഒന്നാണ് CMRL എന്ന് പറയുന്ന ശശിധരൻ കർത്തായുടെ കമ്പനി. ഈ കമ്പനി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, മാധ്യമ പ്രവർത്തകർക്ക്, മാധ്യമ ഉടമകൾക്ക് ഒക്കെയായിട്ട് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോ വാചന അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇത്ര കോടികൾ ഇദ്ദേഹത്തിന് കൊടുക്കണമെങ്കിൽ അതിൽ എത്രയോ കോടികളുടെ ലാഭമായിരിക്കണം ഈ സ്ഥാപനം കൊയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെ കോടികൾ സമ്പാദിക്കുന്നു? ഈ കോടികൾ സമ്പാദിക്കാൻ വേണ്ടി കേരളം എന്ന് പറയുന്നത് വ്യവസായത്തിന്റെ ഒരു ശ്മശാനമായിരിക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 45 വമ്പിച്ച നഷ്ടത്തിലാണെന്ന് നമ്മുടെ ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കെ ഇത് വളരെ അധികം വിസ്മയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ വഴിവിട്ട നീക്കങ്ങളും വഴിവിട്ട അനുമതികളും നമ്മുടെ പരിസ്ഥിതിയെ ലംഘിക്കുന്ന തരത്തിൽ വ്യാവസായികമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കർത്തയുടെ ഈ കമ്പനി ചെയ്തുകൊണ്ടാണ് ഈ കൊള്ളലാഭം കൂട്ടിയത്, കൊള്ളലാഭം കൊയ്തെടുത്തത് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ പാടും. അതിന്റെ ഒരു വിഹിതമാണ് അല്ലെങ്കിൽ ഒരു പങ്കാണ് ഇപ്പോൾ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന് പറയുന്ന ഇപ്പോൾ നിലവിലില്ലാത്ത ഡിഫങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ബാംഗ്ലൂരിലെ ആ സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ശശിധരൻ കർത്ത ഈ കേസുമായിട്ട് ED അന്വേഷിക്കരുത്, SFIO ആദ്യം തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്, അത് അട്ടിമറിക്കും ഈ കേസ് എന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങളുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി പറഞ്ഞു അതിലെന്താ കുഴപ്പം, SFIOയുടെ രേഖകളടക്കം EDക്ക് കൊടുക്കാനുള്ള അനുമതി നൽകിക്കൊണ്ടാണ് EDക്ക് അനുകൂലമായിട്ട് ഹൈക്കോടതിയുടെ തീരുമാനം വന്നത്. അതോടുകൂടി ശശിധരൻ കർത്തായിക്ക് ഉന്നയിക്കാനുള്ള വാദങ്ങൾ ഒക്കെ തന്നെ നിലനിൽക്കാത്തതായി പോയി, ലോക്കൽ സ്റ്റാൻഡ് ഇല്ലാത്തതായി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീണാ വിജയൻ EDയുടെ മുമ്പിൽ ചോദ്യം ചെയ്യുന്നതിന് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങളെ കുറെ നേരം നേരിട്ട് കഴിയുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് ഒരു തളർച്ച ഉണ്ടാകും. എങ്ങനെയാലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് വരും. ഈ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് വായി തോന്നുന്നത് ഈ അഭിഭാഷകന്മാർ ചോദിക്കുന്നത് പോലെ ചോദിക്കുകയല്ല, പ്രബലമായിട്ടുള്ള തെളിവുകളുടെ, നേരത്തെ ലഭിച്ച മൊഴികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇതൊരു നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ ഒരു കൂട്ടിച്ചോദ്യമാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കും, അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള മറുപടി എന്താണ്? ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും ചോദ്യം. അപ്പൊ നമ്മൾ എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഉരുണ്ടു തപ്പി അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ടോ. വീണാ വിജയൻ നേരത്തെ പറഞ്ഞിരുന്നു അഭിഭാഷകനെയും അദ്ദേഹത്തിനോടൊപ്പം ഈ കേസിലെ രേഖകളും കൊടുത്തയക്കാം. ED പറഞ്ഞു നോ, യു മസ്റ്റ് അപ്പിയർ ബൈ ഇൻ പേഴ്സൺ, നിങ്ങൾ ആയിട്ട് തന്നെ വരണം എന്നാണ് പറഞ്ഞത്. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLAയുമായിട്ടും അദ്ദേഹത്തിന് പ്രവേശനം കൊടുത്തിട്ടില്ല, വക്കീലിന് പ്രവേശനം കൊടുത്തിട്ടില്ല. സാധാരണഗതിയിൽ ചോദ്യം പ്രതിയെ സഹായിക്കാനായിട്ട് വക്കീലെത്താനുണ്ട്. പക്ഷെ ആ വക്കീലിനെ പോലും അനുവദിക്കാതെ അവരെ ഒറ്റയ്ക്കാണ്, വളരെ മാന്യമായ രീതിയിലായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അതിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ലീഡിങ് ആയിരിക്കും. അതായത് ഒരു നിഗമനത്തിലേക്ക് ഇവിടെ എന്താണ് നടന്നിട്ടുള്ള കള്ളത്തരം, ആരാണ് കള്ളം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാക്കുന്ന തരത്തിൽ, സുതാര്യമാക്കുന്ന തരത്തിൽ ഉള്ള നിഗമനങ്ങളിലേക്ക് എത്തും. ഈ നിഗമനങ്ങളെല്ലാമാണ് കുറ്റപത്രമായി സമർപ്പിച്ചുകൊണ്ട്, കുറ്റപത്രം നേരത്തെയും കൊടുത്തിട്ടുണ്ട്, അവസാന കുറ്റപത്രമായിട്ട്, ഫൈനൽ കുറ്റപത്രമായിട്ട് കോടതിയിൽ കൊടുക്കുക. അതിൽ നിന്നാണ് ഈ കക്ഷികൾ കുറ്റക്കാരാണോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കുക. കോടതി തീരുമാനിച്ചു കഴിഞ്ഞാൽ ശിക്ഷ, ഈ ശിക്ഷ വന്നു കഴിഞ്ഞാലും ഒരു പക്ഷേ ഇവർക്ക് അപ്പീലിന് പോകാനുള്ള അവസരങ്ങളും ഒക്കെ ഉണ്ടാവും. എന്താ പറയുന്നത്, പ്രൊട്രാക്റ്റഡ് പ്രോസസ്. നമ്മുടെ ന്യായ വ്യവസ്ഥയിലെ ഈ കേസുകളെല്ലാം വളരെ നീണ്ട കാലത്തേക്ക് പോകും. അല്ലാതെ പെട്ടെന്ന് നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് കാര്യമില്ല. ഇപ്പൊ ചോദ്യം ചെയ്യൽ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെ നമ്മുടെ അവർ സഹകരിക്കുന്നുണ്ട് കേസുമായിട്ട്. അല്പം ഒരു തവണ മാറ്റിവെച്ചിട്ടാണെങ്കിൽ കേസുമായിട്ട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഉദാഹരണം. ഈ സഹകരണം തന്നെ ഈ കേസിന് നിഗമനങ്ങളിലെത്താൻ EDയെ സഹായിക്കുകയും അതുവഴി കുറ്റവാളിയെ ശിക്ഷിക്കാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇപ്പോൾ പിണറായി വിജയനെ ശിക്ഷിക്കുന്നുണ്ടോ, വീണാ വിജയനെ ശിക്ഷിക്കുന്നുണ്ടോ എന്നല്ല, തെറ്റു ചെയ്യവർ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുന്നുണ്ടോ, ഇത് വളരെ പ്രധാനമാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ അഴിമതിയിൽ കൂടി നമുക്ക് കിട്ടാനുള്ള വിഹിതം, നമുക്ക് കിട്ടാനുള്ള അർഹതപ്പെട്ട പണം ഇല്ലാതായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി ഒന്നുകൂടെ മോശമാക്കും ഈ അഴിമതി. അതുകൊണ്ടാണ് അഴിമതിയെ വളരെ ഗുരുതരമായിട്ടുള്ള നമ്മുടെ രാഷ്ട്രത്തെ ബാധിക്കുന്ന ഒരു ക്യാൻസറായിട്ട് തന്നെ പലപ്പോഴും എല്ലാ രാഷ്ട്രീയ നേതാക്കളും നിരീക്ഷകരും വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത് വരാൻ പാടില്ല, ഇനി ഇങ്ങനൊന്നും ആവർത്തിക്കാൻ പാടില്ല. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു രാഷ്ട്രീയം ഇനി വരുന്ന ഗവൺമെന്റുകൾക്കായാലും പാടില്ലെന്നുള്ളൊരു പാഠം പഠിപ്പിക്കുന്ന രീതിയിലാണ്
മുഖ്യമന്ത്രിയുടെ അതിപ്രശസ്തനായിട്ടുള്ള വളരെയധികം കരിഷ്മാറ്റിക് ആയിട്ടുള്ള അതുപോലെ തന്നെ മാസ് സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വന്നിരിക്കുന്നു. നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ അവരുടെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ പരിശോധന കഴിഞ്ഞിറങ്ങി ഇഡിക്ക് നേരെ അവിടെ എന്തൊക്കെ ആയുധങ്ങളുമായിട്ട് ഇഷ്ടികയും അതുപോലെ തന്നെ സിമെന്റ് കട്ടകളും ഒക്കെ ആയിട്ട് കാറ് തല്ലിപ്പൊട്ടിച്ചു, കണ്ണു തല്ലിപ്പൊട്ടിച്ചു, ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്ത ആ സഖാക്കളുടെ അണികളുടെ ആവേശം ഇന്ന് അവിടെ പോയി. ഇതാ വീണാ വിജയൻ അവിടെ നിൽക്കുന്നു, പഞ്ചാഗ്നി മധ്യത്തിൽ എന്ന പോലെ ഇഡിയുടെ മുമ്പിൽ നിൽക്കുന്നു. എന്താ സഖാക്കളെ, നിങ്ങൾ എവിടെ പോയി നിങ്ങളുടെ ആവേശവും വീരിയൊക്കെ? ഇതുപോലുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടല്ലായിരുന്നോ അവരവിടെ വന്നത്? അപ്പോൾ ഇത് നിങ്ങളുടെ ഈ ശൗര്യം കൊണ്ടോ ധിക്കാരം കൊണ്ടോ ഈ ഭീഷണി കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് അന്വേഷണത്തെ ഇല്ലാതാക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു പാഠം കൂടി ഇത് നൽകുന്നുണ്ട്. അങ്ങനെ ആളെ കൂട്ടിക്കൊണ്ട് ഈ അന്വേഷണം ഇല്ലാതാക്കാം എന്ന് വിചാരിച്ച തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും എവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അതിനെ അങ്ങനെ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് നേരിടുന്നതെന്ന് പറഞ്ഞത് സിമെന്റ് കട്ടയും ഇഷ്ടികയും ഉപയോഗിച്ചുകൊണ്ടുള്ള നേരിടലാണെങ്കിൽ അത് അമ്പേപ്പാടി പോയി എന്നുമാണ് ഇവിടെ ഇപ്പോൾ തെളിയിക്കുന്നത്. തന്നെയല്ല, നമ്മൾ കാണേണ്ട ഒരു കാര്യം, CRPFന്റെ ആൾക്കാർ കൂടാതെ ഏതാണ്ട് കേരള പോലീസ് വളരെ നല്ല തോതിൽ അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ, പണ്ട് ഈ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞാൽ, കോൺഗ്രസിന്റെ കാലത്താണ് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ്സില് അവിടെ രാംനാഥ് ഗോയങ്കി അവിടെ അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ ഇന്ത്യൻ എക്സ്പ്രസ് ടവേഴ്സിലിരിക്കുമ്പോൾ ഏതാണ്ട് 650ഓളം CRPF ജവാന്മാരുടെ അകമ്പടിയോടുകൂടി നമ്മുടെ ഇൻകം ടാക്സ് സ്ലൂട്ട്സ് അവിടേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ വമ്പിച്ച തോതിലുള്ള റെയ്ഡ് പത്രത്തിന്റെ എഡിറ്റോറിയൽ ഉൾപ്പെടെ നടത്തിയത്. അപ്പൊ ഈ റെയ്ഡിന് സമാനമായ റെയ്ഡുകൾ നടത്തിയിട്ടില്ല കോൺഗ്രസിനെന്ന് പറഞ്ഞൊഴിയാൻ പറ്റുകയില്ല. എന്നിട്ട് ഇന്ത്യൻ എക്സ്പ്രസിന് നേരെ ഒരു തെളിവ് പോലും കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹത്തെ വെറുതെ വിടേണ്ടി വന്നു. അപ്പോൾ ദി ഓട്ടം ഓഫ് ദി പേട്രിയാർക്ക് എന്നും ദി എംപയർ, അതായത് ഇന്ത്യൻ എക്സ്പ്രസ് എംപയർ സ്ട്രൈക്സ് ബാക്ക് എന്നുമായിരുന്നു അന്ന് ഇലസ്ട്രേറ്റഡ് വീക്കിലിയുടെ കവർ സ്റ്റോറിയുടെ തലക്കെട്ടുകൾ. അപ്പൊ ആ രീതിയിൽ കോൺഗ്രസിന്റെ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കാലത്തും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി കോൺഗ്രസ് ഒന്ന് ഓർമ്മിച്ചാൽ അവർക്കും നല്ലത് തന്നെ.